ചിലപ്പോ കൊടുക്കട്ടെ. ഇറങ്ങിപ്പോ മനുഷ്യ അവിടുന്ന്. എനിക്കെന്താ ജോലി? എനിക്ക് ജോലി നിങ്ങൾ ചെയ്യാനുള്ളതെ പറ്റി പോയി ചെയ്തോണ്ടാ മതി. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം നമ്മൾ മരുന്നൊക്കെ കുറച്ച് ആണിപ്പോൾ കൊടുക്കുന്നത്. എലിക്കുട്ടിയമ്മയുടെ ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് നോക്കാം. രാവിലെ പല്ല് തേക്കാൻ എണീറ്റ് കിടക്കുവാണ്. ബാ. ഇല്ലില്ല, വില തേച്ചില്ല. ഇല്ലെന്നേ, ബാ ഏറ്റുവാ. ഇല്ലെന്നേ, തന്നില്ലെന്നേ, ഞാനല്ലേ പൊടി ഒന്ന് തരുന്നേ. ബാ. എവിടെ ഇരുന്ന്? അതിനവിടെ പൽപ്പൊടി ഉണ്ടായിരുന്നു തേക്കാൻ. ആരാ പൽപ്പൊടി കൊണ്ട് തന്നേ? അമ്മയൊന്നും തന്നില്ല. അമ്മ എന്നോട് ഇപ്പോൾ കൊണ്ടുതരാൻ പറഞ്ഞേ. അമ്മ എന്നോട് ഇപ്പോൾ ഇത് എലിക്കുട്ടിക്ക് കൊണ്ട് തരാൻ പറഞ്ഞത്. പൽപ്പൊടി കൊണ്ട് തരാൻ പറഞ്ഞ അമ്മയാണല്ലോ. ആ, ഇപ്പൊ തന്നു വിട്ടത്. ഇപ്പൊ തന്നു വിട്ടത് അമ്മയാന്നേ. ഇല്ല, ഇല്ലെന്നേ, തേക്കണം. അമ്മ പൽപ്പൊടി തന്നു വിട്ടതാ തേക്കാൻ കൊടുക്കാൻ പറഞ്ഞ്. ഒന്ന് തേക്കണം, ഒന്ന് തേച്ചാൽ മതി. എന്നാ ഒന്ന് തേക്ക്, എന്നാ തേക്ക് കൊണ്ടുവാ, കൈ കൊണ്ടുവാ. കാപ്പി കുടിച്ചിട്ട് ഇല്ലെങ്കിലും പോയേക്കാം. കാപ്പി കുടിക്കണ്ടേ? കാപ്പി കുടിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ആ, എന്നാ കൈ കാണിര്. എന്നാ വലുതേക്ക്. ഇല്ലെന്നേ, തേച്ചില്ലെന്നേ. എങ്ങനെ രാവിലെ തേക്കാനായിട്ട്? ഇല്ല, എലിക്കൂട്ട് തേച്ചൊന്നുമില്ല. അമ്മ എന്നോട് പൊടി കൊണ്ട് തരാൻ പറഞ്ഞത്, പല്ല് തേക്കാൻ പൊടി കൊടുക്കാൻ പറഞ്ഞത്. എലിക്കുട്ടിയമ്മ പല്ല് തേച്ചില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് പല്ല് തേക്കാൻ പൊടി കൊണ്ട് കൊടു, എന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. എല്ലാ ദിവസവും ഭക്ഷണം വേസ്റ്റ് ആക്കുമല്ലോ. കുറേശ്ശേലേ കഴിച്ചുണ്ടോ? അമ്മ അവിടെ അകത്ത അടുക്കളയിലുണ്ട്. അടുക്കളയിലുണ്ടെന്ന്. അടുക്കളയിലേ? ആ, ഇല്ല, വേറെ പെണ്ണുങ്ങളില്ലല്ലോ. പെങ്ങന്മാരൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ പിന്നെ എല്ലാരും കെട്ടിച്ചു വിട്ടു. ഇവിടെ ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ആ, അവളെ എൽസി എന്നാ പേര്. അവളെ മരങ്ങാട്ടുപള്ളിയിലാ കെട്ടിച്ചേ. മരങ്ങാട്ടുപള്ളിയിലാ കെട്ടിച്ചേ. പിന്നെ പരമസുഖം. ആ, ഇവിടെ ആകെ ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. എലിക്കുട്ടി അമ്മയ്ക്ക് ഒരു പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങൾ ആണുങ്ങൾ 3 പേര്. പിന്നെ എല്ലാവരും കല്യാണം കഴിച്ചതാ. കല്യാണം കഴിച്ച എല്ലാവർക്കും മക്കളുമായി. പുറത്ത് മൂത്തയാള് പുറത്തല്ലേ? മൂത്തയാള് പുറത്താ താമസിക്കുന്നത്. മൂത്ത ചേട്ടനെ പുറത്താ താമസിക്കുന്നത്. ബാക്കി 2 പേരും നാട്ടിലുണ്ട്. ഒരാൾ ഇവിടെ ഗവൺമെൻറ് ജോലി. എലിക്കുട്ടിയമ്മ ഇന്ന് വളരെ പുറകിലോട്ടാണ് പോയിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അമ്മയ്ക്ക് നടക്കാം, ചാച്ചനില്ലല്ലോ. അത് ഒത്തിരി വർഷമായി. ആ, പ്രായം ഇല്ലായിരുന്നു. എന്നാൽ പല്ല് തേച്ചിട്ട് വാ, അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാന്ന്. അമ്മ വിളിക്കുന്നുണ്ട്. കഴുകണം. നമുക്ക് അവിടെ പോയി എന്നിട്ട് ചെരുപ്പിട്ടോ. ചെരുപ്പ് നമുക്ക് ആ വിറ്റാമിൻ സിറപ്പൊക്കെ സാറിന് ചെല്ലുമ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇനി അതിൻ്റെ സമയം മാറ്റി കൊടുക്കാമെന്ന് ഓർത്താണ്. വൈകിട്ടൊക്കെ കൊടുത്ത് കുറേശ്ശെ കൊടുത്ത് ഒത്തിരി ഡോസ് കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആണ് ഓർക്കുന്നത്. കഴുകാനായിട്ട് ഇവിടെ കഴുകാം. ഇവിടെ കഴുകാം. അവിടെ പോയി കഴുകാം. ക്ഷീണമുണ്ട് നന്നായിട്ട്. ക്ഷീണം വിട്ടങ്ങ് മാറിയിട്ടില്ല.
പിന്നെ 2 ദിവസം കൂടെ എടുക്കുമെന്ന് തോന്നണം. ഏതാ ചാച്ചനില്ല. ഇല്ലേ? ചാച്ചൻ നേരത്തെ മരിച്ചതാണ്. ചാച്ചൻ നേരത്തെ മരിച്ചു പോയതാ. നിങ്ങൾക്ക് അതിൻ്റെ പ്രായമൊന്നുമില്ല. ആ പ്രായം ഇല്ലായിരുന്നു. മരിക്കാൻ ഓരോരോ കാരണങ്ങളല്ലേ. ആ അവിടെ തുടയ്ക്കുന്നു, കഴുകിയിട്ട് തുടയ്ക്കുന്നേ ഉള്ളൂ. വരുക, എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. കഴിക്കാൻ വെച്ചിട്ടുണ്ടേ. വാ. വരുക. ഏതാ നിങ്ങളുടെ വീട് താമസിക്കാം. ആ നമ്മളെവിടെയാ താമസിക്കുന്നത്? ആ അങ്ങനെ വേറെ സ്ഥലമില്ലേ? ഇതല്ലേ നമ്മുടെ വീട്. എലിക്കുട്ടിയുടെ വീട് ഇതല്ലേ? എലിക്കുട്ടിയമ്മയുടെ വീട് ഇതല്ലേ? എൻ്റെ വീട് നോക്ക്, നിങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. ആ ഞങ്ങളുടെ വീടും എലിക്കുട്ടിയുടെ വീടും ഒന്ന് തന്നെയാ. നിങ്ങൾ താമസിക്കണ്ട. ഞങ്ങളുടെ വീടുവേ എലിക്കുട്ടിയമ്മയുടെ വീടും ഒന്ന് തന്നെയാ. ഞാനിപ്പോൾ താമസിക്കുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ എൻ്റെ വീട്ടിൽ. ആ എലിക്കുട്ടിയമ്മയുടെ വീട്ടിലാ താമസിക്കുന്നത്. എലിക്കുട്ടിയമ്മയുടെ വീടായത്. താമസിച്ചിട്ടില്ലല്ലോ. ആ ഇവിടെയാ താമസിക്കുന്നത് കേട്ടോ. ഇവിടെയാ താമസിക്കുന്നത് എലിക്കുട്ടിയമ്മ. ആ ഇവിടെയാണ് താമസിക്കുന്നത്. ആ എലിക്കുട്ടിയമ്മയുടെ വീട് പിന്നെ ഏതാ? ഞാൻ എൻ്റെ വീട്ടിലാവും. അത് ഏതാ വീട്? ഏതാ വീട്? വീട്ടു പേരെന്നാ? അരയത്ത് പുത്തമ്പര അമ്മ ജനിച്ച വീട്. വാ ഇങ്ങനെ വാ, കാപ്പി കുടിക്കാം. വാ, അമ്മ ഇവിടെ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. കാപ്പി കൂടി വാ. ആ അതെടുത്തോട്. രാവിലെ കഴിക്കണ സമയമായി. മുഖത്തിന് ചെറിയ പ്രസാദമൊക്കെ ആയി വന്നിട്ടുണ്ട്. ക്ഷീണം മാറി. ആ മരമെല്ലാം വെട്ടിയതല്ലേ. നമ്മൾ വഴിയില്ലാന്ന് ക്ലിയറാക്കി. വഴി ഇച്ചിരി കുഴിഞ്ഞ് കിടക്കുമായിരുന്നു, വെള്ളം ഒഴുകി. അതൊന്ന് റെഡിയാക്കി. പിന്നെ ഇപ്പം അപ്പം അവരും മരം വിടുന്നേ. ആരാ? അമ്മയുണ്ട്, ചാച്ചനില്ല. ചാച്ചനില്ല. രാവിലത്തെ ഗുളിക കഴിപ്പ് നേരത്തെ ഇല്ലായിരുന്നല്ലോ. ഇല്ല. ചെറിയ ചൂട് വേണ്ടേ? ചൂട് തന്നില്ലേ അമ്മ പറയും തണുത്തതാന്നു. ചെറിയ ചൂടാ തന്നിരിക്കുന്നത്, കുടിക്കാൻ പാകം. എനിക്കും ജലദോഷം അടിച്ചു. വൈകിട്ട് ഒരു രക്ഷയില്ല. വൈകിട്ട് തുമ്മി മൂക്ക് കടിച്ച് ഒരു രക്ഷയില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ജലദോഷം. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ്, അതാന്ന് തോന്നുന്നു. പൊടി പിന്നെ ആ വഴിയെല്ലാം പൊടിയെല്ലാം പറ്റിയില്ലേ വൈകിട്ട്. ഇന്ന് കുറച്ച് ഓട്സേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്നലെയൊക്കെ വേസ്റ്റാക്കി കളഞ്ഞുകൊണ്ട് എന്തോരം കഴിക്കുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്താണേ. എലിക്കുട്ടി നമ്മുടെ മുഖത്തിന് പ്രസാദമായി വരുന്നുണ്ടോ നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഓരോ ദിവസം അപ്ഡേഷനാണ് കാണിക്കുന്നത്. ബോറിംഗ് ഉണ്ടെങ്കിൽ പറയുക. ചൂടുണ്ടോ? ഫാനിടണോ? വേണ്ട. ഇളക്കി കഴിയുമ്പോഴത്തേനും ചൂട് പോയില്ലേ. ഇന്ന് രാവിലെ വെച്ച് തണുപ്പ് കുറവായിരുന്നു അല്ലേ? ഞാനൊന്നും അറിയുന്നില്ല, കിടന്നു കഴിഞ്ഞാൽ പൂത്ത പോലെ. അമ്മ ഇടയ്ക്ക് വൈകിട്ടേറ്റ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അമ്മ അങ്ങനെ ഉറക്കത്തിലുള്ളതാ. പിച്ചും പേയും പറയല്ലേ, അങ്ങനെയൊക്കെ പറയണ. മക്കളെയൊക്കെ ചില പേരൊക്കെ പറയും. മക്കളുടെ വിവാനും വിവീനായുടെയും കാര്യം എപ്പോഴും എന്നും പറയും. അതിനെ കപ്പ പറിക്കാൻ പോയിട്ട് അത് ഉണങ്ങിയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പപ്പായൊക്കെ ഉണ്ടോ? ആർക്കാ? എനിക്കാ? അല്ല, വല്യപ്പനൊക്കെ മരിച്ചുപോയി. വല്യപ്പനൊക്കെ പ്രായമായതല്ലേ. 92 97 മരിച്ചു പോയെ വല്യപ്പൻ. ഞങ്ങളുടെ വല്യപ്പൻ. ഞാൻ കഴിക്കുന്നുണ്ട്. പണിയും കൊണ്ട് ഇരിക്കല്ലേ? അല്ലാതെ പിന്നെ വല്ലവരും വെറുതെ തരുമോ?
ആരും ഒന്നും വെറുതെ തരത്തില്ല, ആരും പ്രതീക്ഷിക്കുകയും വേണ്ട, എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുക. വെറുതെ വല്ലവരുടെയും മേടിച്ചാലില്ലേ അത് പിന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ടി വരും. അതിനേക്കാളും അവനവൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. അല്ലെങ്കിലും ആരെയും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റിയല്ലേ. കൊടുക്കും തോറും അവർ ഇല്ലായ്മയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വാങ്ങുന്നവൻ. ഇപ്പോൾ കണ്ടുവരുന്ന കാഴ്ചകൾ അതൊക്കെയാണ്. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനേ വരുള്ളൂ. അമ്മ അങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരുന്നതല്ലേ. ഇച്ചിരി കൂടെ വലിയ ഗോതമ്പാ പറഞ്ഞു കേട്ടോ. വലിയ ഗോതമ്പ്, ഇതിന്റെ വലുതില്ലേ ഞുറുക്കു ഗോതമ്പ്, അത് മതിയായിരുന്നു. ഞാനിത് ഇത് റവ ഗോതമ്പെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റവ നുറുക്കെന്നും പറഞ്ഞാൽ അതെ കൊടുത്തിരുന്നത്. അല്ല, ഞുറുക്കു ഗോതമ്പ്. ഞുറുക്കെന്ന് പറഞ്ഞാൽ അതിൽ റവയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉപ്പും ഉണ്ടാക്കുന്ന അല്ല പുട്ടോ അങ്ങനെ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അത് എഴുതി വെച്ചിരുന്നത് ഞാൻ ഓർക്കുന്നില്ല. സ്വല്പം കൂടെ ഉണ്ടാക്കി കഴിച്ചേനെ തോന്നുന്നു കേട്ടോ. ഇത് വേണേ കൊടുക്കാം. അപ്പോൾ എലിക്കുട്ടിയമ്മ രാവിലെ കാപ്പി കുടിക്കുന്ന ഭാഗമാണ്. എനിക്കാണോ? അല്ല, ഇവിടെ ഉണ്ട്. ഇതാ അമ്മ, എലിക്കുട്ടിയമ്മ, ഞങ്ങളുടെ അമ്മ. ശാസ്ത്രമൊക്കെ പോയി. ഇത് നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യകാലം തുടങ്ങിയ സമയത്ത് അമ്മയുടെ രീതി ഇങ്ങനെയായിരുന്നു. എപ്പോഴും ഈ അമ്മയും ചാച്ചനും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇടക്കാലത്ത് അതൊക്കെ മാറിയായിരുന്നു. ഇടക്കാലത്ത് അതൊക്കെ മാറിയായിരുന്നു. അമ്മയ്ക്ക് പതുക്കെ പതുക്കെ നടക്കാം. പ്രായമായില്ലേ, മേലാത്തതൊക്കെയാ. പള്ളിയിലൊന്നും പോകത്തില്ല. അപ്പം ആദ്യകാലത്തെ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അതിലോട്ട് തന്നെ ഇപ്പം വന്നിട്ടുണ്ട്. ഇനി അതിന് വ്യത്യാസം വരുമോ ഇല്ലയോ എന്നുള്ളത് ക്ഷീണം മാറുമ്പോഴത്തേനും വരുമായിരിക്കും. പക്ഷെ എല്ലാവരെയും ഓർമ്മയിൽ നിന്ന് ഒത്തിരി വിട്ടുപോകുന്നുണ്ട്. വിവാന് വെച്ചിരിക്കുന്നതാ. അവനെവിടെ പോയാ? അവൻ ഈ മുറിയിലുണ്ട്, മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൊടുത്ത ഇത് ഇന്ന് എന്നാണല്ലോ എലിക്കുട്ടിയമ്മ ഇന്നലത്തെ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലത്തെ രീതിയില്ല. ഇന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കിയത്. ഇനി വേണമെങ്കിൽ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗോതമ്പ് നുറുക്കിൻ്റെ. അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ്. തരി നുറുക്ക്, തീരെ തരി, റവ പോലെയുള്ള അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പം അത് കൊടുക്കുക. ഇനി ചിലപ്പോൾ വേണ്ടെന്ന് പറയും. അമ്മ ഇനി ഇച്ചിരി കൂടെ തരട്ടെ? എന്നാ വേണ്ട, പാകാ, നിർബന്ധിച്ചു കൊടുക്കണ്ട. നോർമലി സ്റ്റേജിലോട്ട് ആയില്ലല്ലോ, അപ്പോൾ പിന്നെ കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. വിശക്കുന്നുണ്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ തരട്ടെ? അല്ലെ വേണമെന്ന് പറയും. പാവിച്ചിട്ട് കൊടുത്തു നോക്കിയാലോ? വേണമെങ്കിൽ തരാൻ പറഞ്ഞ് പ്ലേറ്റ് കാണിക്കുമോ മോനെ? ആണോ? വേറെ സ്ഥലത്തല്ല, എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യും. വേറെ ഉള്ളടത്ത് കൊടുത്താലൊന്നും എത്രത്തോളം കഴിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ എൻ്റെ അടുത്ത് അമ്മയ്ക്ക് അങ്ങനെ നാണക്കേടൊന്നുമില്ല ചോദിക്കാനും മേടിക്കാനും. പഴം കൊടുത്താലോ? പഴം തന്നെ നല്ലതാ, വീട്ടിൽ നിന്ന് കൂടും. വേണ്ട, മതി. ഉണ്ടോ? ഇത് കുടിച്ചേ. എന്തിനാ അത് കുടിക്കണം. ചൂടുവെള്ളമല്ല വേണ്ടത്, ഒത്തിരി ചൂടൊന്നുമില്ല, കുടിക്കാൻ പാകമുള്ള ചൂടേ ഉള്ളൂ. അതും കൂടെ കുടിക്കുക. വെള്ളം കുടിക്കണം. ഇങ്ങോട്ട് എടുത്തു. വെള്ളം കുടിക്കണം. എലിക്കുട്ടിയമ്മ കുഞ്ഞു കൊച്ചിനെ പോലെ കുടിപ്പിക്കണല്ലോ. ഞാൻ മരുന്നെടുത്തോണ്ട് വരാം. ഗുളിക എടുത്തോണ്ട് മരുന്നുണ്ട്, മരുന്നും കൂടെ എടുത്ത് തരാം. അവിടെ വെച്ച് ഞാൻ കഴിക്കോളാം. അമ്മ പോയി വാ കഴിക്കും. പിന്നെ എലിക്കുട്ടിയമ്മ രാവിലെ കാപ്പി വലിയ കുഴപ്പമില്ലാതെ കുടിച്ചു, നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പം മുഖത്തിനൊരു ചെറിയ പ്രസാദമൊക്കെ ആയി വരുന്നുണ്ട്. വൈറ്റമിൻസ് ഗുളിക ഇനി നമ്മൾ വൈകിട്ടേ കൊടുക്കുന്നുള്ളൂ, പകൽ കൊടുക്കുന്നില്ല. ഇച്ചിരി നേരം ഇവിടെ ഇരിക്കേ, അല്ല ഇച്ചിരി നേരം നടക്ക്. പോയി ഉടനെ കിടക്കണോ? ഉടനെ പോയി കിടക്കണോ? ഇച്ചിരി നേരം നടന്നിട്ട് ഇടുന്നാൽ പോരെ? പള്ളിയിൽ പോകുന്നവരല്ല, അത് അങ്ങോട്ട് ഓഫീസിൽ പോകണവരാ, ബാഗൊക്കെ തൂക്കി പോണ.
ഇവിടെ പള്ളിയുണ്ടോ? പിന്നെ ഇവിടെ പള്ളിയുണ്ടല്ലോ, മുത്തപ്പൻ്റെ പള്ളിയല്ലേ, പള്ളിയുടെ പേരെന്താ? മാർസ്ലീവ ചർച്ച്. എലിക്കുട്ടിയമ്മയുടെ പള്ളി ഏതാ? എലിക്കുട്ടിയമ്മയുടെ പള്ളിയുടെ പേരെന്നാ? എലിക്കുട്ടിയമ്മയുടെ പള്ളിയുടെ പേരെന്നാ? അവിടെ അവിടുത്തെ പേര് മറന്നു പോയി. ആ, നോർത്ത് നോക്കി, ഓർമ്മ കിടുന്നുണ്ടോ നോക്കി. ഓർത്തേ ഓർക്കുന്നില്ലേ? ശ്രീവാവരം പള്ളിയല്ലേ? ആണോ? പള്ളിയാ. ആണോ? ആ, ശ്രീവാവരം പള്ളിയാ. ഇതൊക്കെ ഇവിടെ പള്ളിയുടെ അല്ലേ? ഏത്? ഇവിടെ ഇത് പള്ളിയുടെ ഒന്നുമില്ല. അല്ലേ? ഏയ്, ഇതെങ്ങനെയാ പള്ളിയുടെ ആകുന്നത്? നമ്മൾ പള്ളിക്ക് അങ്ങ് കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് നമ്മുടെ വീട്. നമ്മളിവിടുന്ന് പള്ളിക്ക് കുരിശുപള്ളി പണിയാൻ സ്ഥലം കൊടുത്തായിരുന്നു, അത്രേ ഉള്ളൂ. വലിച്ചാച്ചൻ മൊത്തം വിധത്തിൽ നിന്ന് കുഞ്ഞാച്ചനും കുറച്ച് കൊടുത്തു. നിങ്ങളുടെ അമ്മേനെ കണ്ടോ? അമ്മയിലേ ഇത് നടക്കണേ, ഇതിലേ നടക്കുന്ന അമ്മയല്ലേ? ഇതിലേ നടക്കുന്ന അമ്മയല്ലേ? അതെ. ആ, ഇപ്പോൾ കാപ്പി കുടിക്കാൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. വരുകയും പള്ളി പതിവുകയും ഒക്കെ ചെയ്യണം. ആണോ? ആ, അമ്മയ്ക്ക് മെയ്യായിരിക്കുമായിരിക്കും. സ്ഥിരമായിട്ടെല്ലാം ചെയ്യും. ആണോ? കിടക്കണം. അവിടെയല്ലേ? നോക്കിക്കേ, എലിക്കുട്ടിയമ്മയുടെ കട്ടിലാണോ നോക്കിക്കേ. എലിക്കുട്ടിയമ്മ കിടക്കണ കട്ടിലാണോ എന്ന് നോക്കിക്കേ. എനിക്കറിയാം. നോക്കിക്കേ, കണ്ടാ അറിയത്തില്ലേ? എത്ര നാളായി ആണോ? ഞാനിവിടെ കണ്ടത്. ഏയ്, എലിക്കുട്ടിയമ്മ എവിടെയാ കിടക്കുന്നത്? എലിക്കുട്ടിയമ്മ ഇവിടെയാ കിടക്കുന്നത്. ഇതേലാരാ കിടന്നോണ്ടിരുന്നെ? ഇതല്ലേ എലിക്കുട്ടിയമ്മ. എലിക്കുട്ടി. ഞാനിവിടെ ഇല്ലാഞ്ഞല്ലേ. പിന്നെ എവിടെയായിരുന്നു? ഞാനെൻ്റെ വീട്ടിലല്ലേ. ആ, എലിക്കുട്ടിയമ്മയുടെ വീടായത്. എലിക്കുട്ടിയമ്മയുടെ വീടാണിത്. ഇതാണോ വീട്? ആ, ഈ ഞാനിവിടെയാണോ? ആ, അന്ന് മുതൽ ഇവിടെയാ. എലിക്കുട്ടിയമ്മേനെ കെട്ടിക്കൊണ്ട് വന്ന അന്ന് മുതൽ ഇവിടെയാ. ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്നാ? ഇവിടെ സ്ലീവ ഓമല്ലൂർ എന്ന് പറയും. ഓമല്ലൂർ. ഓമല്ലൂരോ? ആ, ശ്ലീവാപുരം സ്ഥലത്തിന്റെ പേര്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര്. കിടക്കട്ടെ. ആ, കടന്നോ. ക്ഷീണമൊക്കെ മാറിയിട്ട് നമുക്ക് ഏറ്റു വന്നാൽ മതി. ഇച്ചിരി രാവിലെ BP നോക്കാൻ വന്നിട്ടുണ്ട്. വേണ്ട, നോക്കാനാ. ആ, പ്രഷർ നോക്കണം. പ്രഷറാണ് അമ്മേൻ്റെ കുഴപ്പം. ആ, ഗുളിക കൊടുത്തായിരുന്നു. വലിയ കുഴപ്പം കാണാനും ഉണ്ടാ കൊടുക്കുക ചെയ്ത്. എന്നെ മനസ്സിലായോ? അമ്മ എന്നെ മനസ്സിലായോ? അമ്മയ്ക്ക് ഞാൻ മരുമകള്. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഞാനങ്ങനെ കണ്ടിട്ടില്ല. സാബു ഇല്ലേ? സാബു അമ്മയുടെ മകൻ. സാബുവിന്റെ ഭാര്യ. ലീലാമ്മ പേര് പറഞ്ഞാൽ ഉറപ്പായിരിക്കും. ലീലാമ്മ. നിനക്കെന്നാ ജോലി? എനിക്ക് ജോലി നേഴ്സ്. ഇങ്ങനെ ആശുപത്രിയിലാണോ? ഇങ്ങനെയുണ്ട്, കുഴപ്പമില്ല. രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോഴത്തേനെ ഒരു കാണുമ്പോൾ ഏകദേശം അറിയാം. കുടിച്ചോ? കഴിച്ചോ? കഴിച്ചു. ഒരു മണിക്കൂർ 2 മണിക്കൂറായോ? അത്രയൊന്നും ആയില്ല. ഇപ്പോൾ കഴിച്ചിട്ടാൻ കിടന്നതല്ലേ ഉള്ളൂ. ആ, BP ഒന്ന് നോക്കിയിട്ട് പോയി. ചേച്ചി ഒന്ന് BP നോക്കി. BPയുടെ ഗുളിക നമ്മൾ കൊടുത്തായിരുന്നു. പക്ഷേ ഇന്ന് കുഴപ്പമില്ല. BP നോർമൽ കണ്ടീഷൻ തന്നെയാണ്. വെട്ടം വെറുതെ കളയണ്ടല്ലേ. ലൈറ്റ് ഓഫ് ചെയ്തേക്കാം അപ്പം കേട്ടോ. നമ്മുടെ മുഖഭാവങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏകദേശമൊക്കെ നമ്മുടെ രീതികൾ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മ പറയുന്നത് എല്ലാം നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും ഒക്കെ കാഴ്ചകളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചാണ് നമ്മൾ അമ്മേനെ മനസ്സിലാക്കുന്നത്. അമ്മ പറയുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ കേട്ടല്ലോ. ഓരോ കാര്യങ്ങളും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ BP ഓക്കെയാണ്, കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു. എലിക്കുട്ടമ്മേ, കഞ്ഞി കുടിക്കണ്ടേ?
ഉച്ചക്കത്തെ കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞിയോ? ആ പോയി കുടിച്ചോ. ഞാൻ കുടിച്ചു. എലിക്കുട്ടമ്മ കുടിച്ചില്ലെന്ന് പറഞ്ഞു. എലിക്കുട്ടമ്മ കുടിച്ചില്ലെന്ന് പറഞ്ഞു. പോയി കുടിച്ചോളെ. വാ വന്ന് കുടിക്കാം. വൈകിട്ട് വാ. എന്നാച്ചും കഞ്ഞി കുടിക്കണ്ടേ? എനിക്ക് വേണ്ട. അതിനാ വേണ്ടാഞ്ഞിട്ടാ. ചുമ്മാ അങ്ങനെ വേണ്ടായിരിക്കും തന്നെ. എന്നെ ആരും കഞ്ഞി കുടിപ്പിക്കാൻ വേണ്ട. ആ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോ. നിങ്ങൾ ചെയ്യാനുള്ളത് വെച്ച് പോയി ചെയ്തോണ്ടാ മതി. എന്നെ വിളിച്ചോണ്ട് പോയി ഒന്ന് ചെയ്യിക്കാൻ നോക്കണ്ട. ടിക്കറ്റ് വൈറ്റ് അതിനാ അതിന് മേല മേലെ കാല് കുത്തി നടക്കത്തില്ല. ആ നമുക്ക് നടന്നു നോക്കിയാലോ? ഒന്ന് നടന്നു നോക്കിയാലോ? നടക്കാൻ കഞ്ഞി കുടിക്കണ്ടേ? ഒന്നും വേണ്ടതേ. ഒന്നും ചോദിക്കാൻ പറയാൻ വേണ്ട. ഒന്നും താല്പര്യമില്ല. അതിന് സാധിക്കില്ല തന്നെ. വൈകിട്ട് വാ. അത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ. ചെയ്യാൻ ആരാ ഉള്ള അവിടെ? അവർക്ക് ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതിനല്ലേ ചോദിക്കുന്നേ. ലോകം കൊണ്ടാണ്ട് എല്ലാവരും ചെയ്യാൻ നടക്കും. പിന്നെ ലോകം മുഴുവൻ നടന്ന് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അമ്മയുടെ കാര്യം ചെയ്യാനേ പറ്റുള്ളൂ. ലോകത്തുള്ള എല്ലാവരും ചെയ്യാനൊക്കെ പറ്റുമോ? ഏറ്റു വാ. ഏറ്റവും വന്ന് കഞ്ഞി കുടിക്കും. വാ. രാവിലെ ഓട്സ് ഇച്ചിരി കഴിച്ചല്ലേ ഉള്ളൂ. എന്നിട്ട് പോയി വേറെ എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കും. ഇവിടെ കുത്തിയിരുന്നോണ്ട് മറ്റുള്ളവരെ ഭയപ്പെടണം. എന്നാ ഓട്സ് ഉണ്ടാക്കി തരാം. വാ. എന്തോ ഇല്ല എന്തോ ഇല്ല. ഇങ്ങോട്ട് വാ. ഏറ്റു വാ. ഇങ്ങനെ കിടക്കാതെ വാ. കാല് വേദന എടുത്തിട്ട് കിടക്കാൻ നിവൃത്തിയില്ല, ഇരിക്കാൻ നിവൃത്തിയില്ല. എന്നാലാ കാല് വേദന എടുക്കുന്നത് കിടക്കുന്നതിന് തന്നെ കുഴപ്പം. മറ്റുള്ളവരും എന്തിനാ വഴക്കിന് ചലിത്തിരി ചെല്ലത്? ഞാൻ ഇവിടെ മറ്റുള്ളവർ ആരും ഒന്നും ആരോടും ഇല്ലല്ലോ. അതിൻ്റെ കാര്യം പറ്റാവുന്ന ചെയ്യുക അത് മാത്രം. അയ്യോ കഞ്ഞി കുടിപ്പിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? ഇങ്ങനെ കിടന്നാൽ മതിയോ? ഈ ഉമ്മ നാട് മുഴുവൻ നടന്നുകൊണ്ട് മറ്റുള്ളവരെ ജയിപ്പേക്ക്. ഞാനല്ല പിന്നെ ആരാ നോക്കണേ? വാ. ഏറ്റവും ഒന്ന് കഞ്ഞി കുടി. ഇങ്ങനെ ചുണ്ടുകൂടി കിടക്കാതെ വാ. എണീറ്റ് വാ. ചോറിനുണ്ടോ ഉച്ചയ്ക്ക്? ഇവിടെ ഒന്നും ഇതിനെ ഇവിടെ ഉത്തരവാദിത്വമൊന്നുമില്ല. കൊണ്ട മതി. ആർക്കും ഉത്തരവാദിത്തം? എലിക്കുട്ടമ്മയ്ക്കല്ലേ ഉത്തരവാദിത്തം. എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അതുകൊണ്ടല്ലേ വിളിച്ചേ. ഞങ്ങളുടെ കാര്യത്തിനാരും വരണ്ട. ഞങ്ങളുടെ കാര്യമോ? അതാരൊക്കെയാ ഞങ്ങൾ? ഞങ്ങൾ ആരൊക്കെയാ? ഇതിനെ എവിടെ കൊണ്ടുപോകും നിങ്ങളെ? ഇറങ്ങിപ്പോ മനുഷ്യ അവിടുന്ന്. ഞാനല്ല വിട്ടത്. അത് തന്നെ വന്നതാ. അമ്മ കഞ്ഞി കുടിച്ചില്ലെന്ന് പറയുമ്പോ അമ്മേനെ കഞ്ഞി കുടിപ്പിക്കാൻ വിളിക്കാൻ വന്നതല്ലേ. നല്ല സ്നേഹമുള്ള മനുഷ്യനല്ലേ. ഓ മിണ്ടാതെ. അമ്മയുടെ ആരെങ്കിലും വേറെ ഒരു വന്ന് കഞ്ഞി കുടിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ? ഇനി സ്നേഹം ഉള്ളവങ്ങളൊക്കെ എന്നാക്കിനാ? ഈ ചൂല് വെച്ച് ഒരെണ്ണം കൊടുക്കട്ടെ? ഇത് വെച്ചിട്ട് ഒരെണ്ണം കൊടുക്കട്ടെ? എന്നാക്കിനും അല്ല അമ്മേനെ പറഞ്ഞ സ്നേഹമില്ലാത്തന്ന് കൊടുക്കട്ടെ അമ്മേ? എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അയ്യോ എന്നാ ഓട്സ് തരാം. കഞ്ഞി കുടിക്കുന്നില്ലേ? ഓട്സ് തരാം. വാ. മധുര ഇട്ടിട്ട് തരാം. മധുര ഇട്ടത് കഞ്ഞി തരാം. എന്നാത്തിനും വാ കഴിക്കാൻ. വാ. ഇത് വേണ്ടോ? വേണമെന്നേ. അങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നും വേണ്ട. വാ ഞാൻ ഉണ്ടാക്കട്ടെ. കാല് നേരത്തോട് കുത്തത്തില്ല. കാലൊക്കെ കുത്താങ്ങി ഏറ്റവും കുത്തും. കേൾക്കത്തില്ല. അയ്യോ ചുമ്മാ പറയല്ല. ഇപ്പൊ ഇവിടെ ഏറ്റവും ഇതിലേക്ക് നടന്നതാ. ആ നടക്കത്തില്ലല്ലേ? ഇങ്ങനെ പറയാതെ അമ്മേ. വാ 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 വാ. ഞാൻ ഉണ്ടാക്കാൻ പോണേ. കഞ്ഞി കുടിക്കാൻ മടിയായിരുന്നല്ലേ? ഞാൻ പിടിക്കണല്ലേ? ഏറ്റു വന്നാൽ മതി. എനിക്ക് മേലെ ഞാൻ പോകണില്ല. എന്നോടെ പോരണ്ട. എനിക്ക് നടക്കത്തില്ല. ഞാനെങ്ങും കൊണ്ടുപോകണില്ല. വെക്കം പൊക്കം ഇവിടെ ഇരിക്കണ്ട. പിടിക്കണ്ടേ? പൊക്കോ പൊക്കോ. ആണോ? എവിടെയാ പോകണ്ടേ? പൊക്കോളാനേ. എവിടെയാ പോകണ്ടേ? ഇവിടെ ഇരിക്കേണ്ടതേ. പെണ്ണുങ്ങളൊക്കെ മറ്റുള്ളവരും കിടക്കും. പിള്ളേരും കിടക്കുന്നിടത്ത് പോകും. പെണ്ണുങ്ങളും പിള്ളേരും കിടക്കുന്നിടത്ത് പോകാൻ? കാണാതിരിക്കോ? പെണ്ണുങ്ങളും പിള്ളേരും കിടക്കുന്നിടത്ത് എങ്ങനെയാ പോടെ? എൻ്റെ അമ്മയുടെ അടുത്തല്ലേ ഇരിക്കുന്നേ? എവിടെ ചെന്നാലും കുറെ കട്ട എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ആണോ? ശല്യം ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുന്നതാണോ? പെൺപിള്ളേരെ ശല്യം ചെയ്യാൻ ഇറങ്ങിയേക്കോ അല്ലേ? ഈ ലോകം വേഗം ഒന്ന് അവസാനിപ്പിച്ചു കാണും. ലോകമൊന്നും അങ്ങനെ അവസാനിക്കില്ല. ഈ തലമുറ മുഴുവനും പോട്ടെ. അയ്യോ ഈ തലമുറ പഴി പറയാതെ ഈ ലോകത്തിന് സമാധാനത്തെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ കിടന്നാൽ എനിക്ക് പറ്റിയല്ല. ഇതുകൊണ്ട് കൂടെ കിടത്താൻ പറ്റിയല്ലേ? എണീറ്റ് വാ. അവിടെ ഉണ്ടാക്കുന്നുണ്ട്.
കേട്ടാ. ജോമോൾ അവിടെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ശകലം കഴിക്ക്. ഇന്നലെ ഇതുപോലെ കഴിച്ച് ഇന്നലെ കഴിച്ചില്ലല്ലേടി? എല്ലാം ഇവിടെ കാത്തിരിക്കണേ ഏറ്റ് പോകാനുള്ളേ. ഏറ്റ് പോയാൽ ശരിയാവുമോ? എലിക്കുട്ടമ്മേനെ കഴിപ്പിക്കണ്ടേ? എവിടെയെങ്കിലും അവനവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും പോയി കിടക്കാനോ? അവനവൻ്റെ വീടല്ലേ ഇത്? വല്ലവരും വീട്ടിൽ പോയി കിടക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇച്ചിരി നേരം നടക്കാം. വാ. അന്തം ബന്ധമൊന്നുമില്ല അല്ലേ? മനുഷ്യനാണ് വേണ്ടിയത്. നിങ്ങൾ മൃഗങ്ങളാണോ മനുഷ്യനാണോ ആണോ? ആണോ? നിങ്ങളെ എന്നാത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാം. നിങ്ങളൊക്കെ എന്നാത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും? മനുഷ്യനാണോ മൃഗമാണോ ഒന്നും അറിയത്തില്ലെന്ന്. ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ടതാണോ? വാ, അടുത്ത് വെച്ച് കഴിക്കാൻ വാ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് നിർബന്ധമുണ്ട്. വാ. എനിക്കില്ല. വാ 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 വാ. എന്നാ കഴിക്കാനാ? ഓട്സാ, മധുരമുള്ള സാധനം. വാ എന്നാ വാ, ഞാൻ എടുത്ത് നോക്കട്ടെ. വാ വാ വാ. എന്നാ വിചാരിച്ചാ മധുരമുള്ളതും വേണ്ട, ഇല്ലാത്തതും വേണ്ട, ഒന്നും വേണ്ട. വേണ്ട, അങ്ങനെ വെക്കണ്ട. അങ്ങനെ വെച്ചാൽ കയറിയായിരുന്നു. കയറുന്നേ കണ്ടില്ലേ? ഞാൻ വെച്ചോളാം. അങ്ങനെ വെച്ചാൽ കയറും. വീട്ടിലാണെങ്കിലും ഇപ്പം വരും വണ്ടിയായിട്ട്. വീട്ടിൽ നിന്നോ? അതെനിക്ക് പോകാം. വീട്ടിൽ നിന്ന് ആരാ വരുന്നേ? പിന്നെ ഈ ലോകത്തിലേക്കില്ല. വീട്ടിൽ നിന്ന് ആരാ വണ്ടിയായിട്ട് വരുന്നേ? കുത്തിയിരിക്കാം. ഇവിടെ കുത്തിയിരുന്നാ മതി. ആരോടാ? ജോമോനോടാണോ? ജോമോനോടാണോ? എന്നാത്തിനാ വന്നേ? കഴിക്കാനാ? വല്ലതും കഴിക്കണ്ടേ? വല്ലതും തിന്നണ്ടേ? നടക്കാൻ മേലെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടാക്കിയത്. അത് പറ്റത്തില്ല. ചിരിയുള്ളൂ. ഇല്ലെന്നേ, അത് രാവിലെ അല്ലേ? അത് രാവിലെ കഴിച്ചത്. ഓക്കെ, വീട്ടിൽ പോകാം കേട്ടോ. ഇത് കഴിച്ചിട്ടേ എല്ലാം കൊടുക്കട്ടെ. എല്ലാം കാട് പോലെ ഇരിക്കുന്നേ. അവിടെ എല്ലാം കാട് പോലെയായി. സുമി പ്രകാശം അങ്ങോട്ട് കടന്നു ചെല്ലിയല്ല. വാ, നമുക്ക് ഇത് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇപ്പൊ വണ്ടി വരും. വാ, വണ്ടി വരും. നമുക്ക് ഇത് കഴിച്ചിട്ട് പോയേക്കാം. ഞാനും വരും. ഇച്ചിരി എങ്കിലും കഴിക്കും. വാ, കഴിക്കാൻ പറ്റുന്നത്രയും കഴിച്ചാ മതി. ചൂടുണ്ടോ? ഇച്ചിരി ഇളക്കട്ടെ. ആവശ്യത്തിന് കഴിച്ചാ മതി. അമ്മയ്ക്ക് വേണ്ടത്രേ. അത് മതി. ഞാൻ എന്നാലും ഉണ്ടാക്കി പോയില്ലേ, കൊണ്ട കളയാൻ പറ്റുമോ? പൈസ മുടക്കിയതല്ലേ, അപ്പൊ നമ്മളത് കഴിക്കണ്ടേ? അത് കഴിക്കാൻ ആളുണ്ടല്ലോ. ഇല്ലെന്ന്, ഇവരൊന്നും കഴിക്കുകയല്ല ഇത്. ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല. അമ്മയ്ക്ക് മാത്രമേ ഇത് ഇഷ്ടമുള്ളൂ. ഇത് കഴിക്ക്. അത് പിന്നെ പണ്ട കളയണ്ടേ അമ്മേ? കാശ് കൊടുക്കണതല്ല അമ്മ പറയുന്ന പോലെ. കളയാൻ പറ്റുമോ? പിള്ളേർക്കൊന്നും തിന്നിയല്ല. പിള്ളേർ ആർക്കും ഇഷ്ടമില്ല ഇതൊന്നും. പിള്ളേരില്ലല്ലോ. ഇവിടെ അമ്മയ്ക്ക് മാത്രമേ ഇത് ഇഷ്ടമുള്ളൂ. എനിക്കും ഇഷ്ടമില്ല. എന്നാ പിന്നെ അമ്മയ്ക്കും കഴിച്ചാ പോരെ? ചവയ്ക്കാൻ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വേണ്ട. അമ്മ കഴിക്കാനാ. എനിക്ക് വേണ്ട. അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്നത്രയും കഴിക്കേ. എനിക്ക് വേണ്ട. അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്നത്രയും കഴിക്കേ. എന്നാത്തിനാ എന്തോരോ മരുന്ന് കഴിക്കാനുള്ളല്ലേ? ഒരു വീട്ടിൽ പോണ്ടേ? ഒരു വീട്ടിൽ പോവാം നമുക്ക് കേട്ടോ. വണ്ടി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മരുന്ന് കഴിക്കാനുണ്ട്. ഇവിടെ നിക്കണ്ട കേട്ടോ. ഈ എന്നാ പറഞ്ഞ വൃത്തികെട്ട ജീവികളോ? വൃത്തികെട്ട ജീവികളുടെ കൂടെ ഒന്നും ഇവിടെ നിക്കണ്ട. മനുഷ്യന്മാര് പോലും അല്ല, മൃഗങ്ങളല്ല. മൃഗങ്ങളാ അല്ലേ ഇവിടെ ഉള്ളവര്? അവിടെ നിക്കണ്ട. നമുക്ക് വേറെ വീട്ടിൽ പോവാം കേട്ടോ. അമ്മയുടെ സ്വന്തം വീട്ടിൽ പോവാം. അമ്മയുടെ സ്വന്തം വീട്ടിൽ പോയാൽ പെട്ടെന്ന് കഴിച്ചു. കൂടെ ഒന്നും നിക്കണ്ട കേട്ടോ. മനുഷ്യത്വം ഇല്ലാത്തവരുടെ കൂടെ ഒന്നും അമ്മ നിക്കുകയല്ല. പെട്ടെന്ന് കഴിച്ചു. അമ്മയ്ക്ക് എവിടെയാ പോകണ്ടേന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കിയേക്കാം കേട്ടോ. അമ്മ പറ എവിടെയാ പോകണ്ടേന്ന്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. അമ്മയല്ലേ ഇതൊക്കെ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. എല്ലാരും മുടക്കാൻ പൈസ മുടക്കി ചെയ്യാറുണ്ടല്ലോ. വല്ലവരും ഉണ്ടോന്നല്ലേ? അതൊന്നും എനിക്കറിയത്തില്ല അമ്മേ. അവിടെ ആരും ഇല്ലേ? നമ്മുടെ വീട്ടിലാരും ഇല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുന്നിടത്ത് പോയാ മതി. ഞാൻ കോരിത്തരാം.
ഇച്ചിരി കഴിച്ചു. ഇതെന്നാലും കളയണ്ടേ? പൈസ കൊടുത്ത് മേടിക്കണതല്ലേ? ഇപ്പൊ കളയാൻ പറ്റുമോ? നമ്മ ഒരു കുടിക്കുവോ? നമ്മ ഒരു കുടിക്കുമോ? ഇച്ചിരി കൂടെ കഴിച്ചോ? നീ ശകലം കൊണ്ടല്ലേ ഉള്ളൂ, ശകലല്ലേ ഉള്ളൂ, കൂടെ ഉള്ളൂ. അതുകൊണ്ടേ കഴിച്ചോ. വെള്ളം കൊണ്ടുവരാൻ. വെള്ളം തരാം, അത് കഴിച്ചിട്ട് കൊണ്ടാ. ഇത് കഴിക്കേ, ഇച്ചിരി കൂടെ അല്ലേ ഉള്ളൂ. എന്നാ വേണ്ട കഴിക്കേ, വേണ്ട ഇച്ചിരി കഴിക്കാനേ. ഒരു കഴിക്കേ. വേണ്ട. ഞാൻ കൊടുത്തിട്ടാന്ന് തോന്നുന്നു വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇച്ചിരി കൂടെ ചാരം കൂടെ കഴിപ്പിക്കണത്, ഇച്ചിരി കൂടെ കഴിപ്പീര്. എല്ലാം ശരിയാവത്തില്ല. എന്നെ വില കഴിക്കണ്ടേ? ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, ഇന്നലെ വൈകുന്നേരം അല്ലേ കഴിച്ചേ? ഇന്നലെ ചായയുടെ കഴിക്കൂലേ ഇതേ? മാറിപ്പോവും. അല്ല, എലിക്കുട്ടമ്മ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചില്ലെന്ന് പറയുക ചെയ്തേ. ഇന്നിപ്പോൾ ഇച്ചിരി കഴിപ്പിക്കുക ചെയ്തേ. അത് വെള്ളം പിന്നെ കുടിച്ചാൽ മതി, അത് എന്നിട്ട് കുടിച്ചാൽ മതിയായിരുന്നു. വീട്ടിൽ പോകാനുള്ളതല്ലേ, പെട്ടെന്ന് കഴിക്കേ. അത് കഴിച്ചോ? ഒഴുകിച്ചാടാനാ ഞാൻ പാത്രം പിടിച്ചിരിക്കുന്നത് കേട്ടോ. ചുമ്മാ അങ്ങ് വിഴുങ്ങിയാൽ പോരെ. പോയി. ആണോ? മധുരൊക്കെ ഇതുവഴി പോയായിരിക്കും. വായിക്ക് രുചി. മധുര എവിടെയൊക്കെ പോയി? മധുര എവിടെ പോയി? മധുരൊക്കെ ഓടിപ്പോയി കാണും. എലിക്കുട്ടി അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഇല്ലേ, മധുര ഓടിപ്പോയി കാണും. അതെ, അങ്ങനെയാണോ? അങ്ങനെയായിരിക്കും. വായുടെ രുചിയൊക്കെ പോയിരിക്കുന്നു. അതൊക്കെ ഞാൻ തുടച്ചോളാം. മിടിക്കായി തീർന്നു കേട്ടോ. എലിക്കുട്ടിയമ്മ മിടിക്കായി. യോമോനൊന്ന് കൈ പിടിച്ച അമ്മ ഇനി സമ്മതിക്കുമോ നോക്കട്ടെ. ബാ കേൾക്കുമല്ലേ? ബാ കഴുകുന്നുണ്ടോ? ബാ കഴുകണ്ടേ? ബാ കഴുകണ്ടേ? എന്നാ ബാ ഇറ്റ് വാ, ഞാൻ പിടിക്കാം. അത് വെള്ള അല്ലേ? അത് കുടിക്കാനുള്ള വെള്ളമല്ലേ? കുടിക്കാനുള്ള വെള്ളം കേട്ടോ. മൊത്തം പിടിപ്പില്ല വെള്ളം. വെള്ളം നന്നായിട്ട് കുടിക്കട്ടെ, അല്ലേ ശരിയാവില്ല. ഇച്ചിരി നേരം നടക്കാം. വാ, ഇച്ചിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടെ. അതെ, കിടപ്പ് കിടന്ന് തന്നെയാണ്. കയ്യില്ല, വാ കഴിയാ പോരെ. വായി കഴുത കയ്യിൽ അമ്മ പറ്റിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ പോവാം. അത് അമ്മയുടെ അവിടെ വരെ നടത്തിക്കോ. അവിടെ തിന്നാലൊന്ന് പോകാം. ആ പ്ലാവൊക്കെ വെട്ടിയതൊന്ന് കാണാം. ബാ, ആ പ്ലാവൊക്കെ വെട്ടിയതൊന്ന് പോയി കണ്ടിട്ട് വരാം. ബാ 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 ബാ, അച്ഛനൊന്ന് പോയി കണ്ടിട്ട് വരാം. എന്നെ അങ്ങോട്ട് വലിക്കുക. ഞാനില്ല. അവിടെ എന്നൊക്കെ വെട്ടിട്ടേക്കണം നോക്കണ്ടേ? അതെ, അമ്മയ്ക്ക് ഇനി ചക്കയൊന്നും എണ്ണാൻ പറ്റിയല്ല. നമ്മ പിന്നെ തരുമായിരുന്നു. ആണോ? അതെങ്ങനെയായിരുന്നു? തിന്നപ്പോ തമാശക്ക് എന്താ ഒരു കുറവുമില്ല അല്ലേ? അതേ സമ്മതിക്കുക. എലിക്കുട്ടിയമ്മയുടെ ഒരു കാര്യം. ഇച്ചിരി നടക്കേ രാവിലെ കഴിപ്പ് കിടന്ന് കടന്നല്ലേ? അല്ലേ? എന്റെ ഇവിടെ എല്ലാം കുഴിഞ്ഞ ആണോ? എന്റെ ഇവിടെ കുഴിഞ്ഞു പോയോ ചോമോനെ? അങ്ങനെ എനിക്കറിയത്തില്ല. കുഴിഞ്ഞു പോയത് ആർക്കറിയാ എന്നാ പറ്റിയതാ? മാംസത്തിന് കുറവായി പോയല്ലേ? എന്താണെന്ന് അറിയത്തില്ല. പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുമല്ലേ, അതായിരിക്കും കുഴിഞ്ഞു പോണേ. മനുഷ്യർക്കൊരു ശരീര സുഖമില്ല അമ്മ, സത്യ പറഞ്ഞു. എനിക്ക് എത്ര ദിവസമായി നടുവേദന തുടങ്ങിയിട്ട്. മനസ്സിന് സമാധാനം ഇല്ല. അത് സത്യം അമ്മ പറഞ്ഞു കേട്ടോ. എല്ലാം കുഴഞ്ഞ അമ്മ പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. രോഗം ഇല്ലാതിരുന്നപ്പം അതാ വേദന എനിക്കും തോന്നുന്നത്. ഒന്നും അറിയണ്ടല്ലോ അല്ലേ? പിന്നെ ഒന്നും അറിയണ്ടേ? അതെ, മനുഷ്യനെന്നാത്തിനും. അതേന്നേ, ഒരു വിലയില്ല മനുഷ്യർക്ക്. മനുഷ്യർക്കും സ്നേഹിക്കോ പെരുമാറോ ചെയ്യേണ്ട പോലെ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അത് തന്നെയാ ഞാനും പറയുന്നത്. ഒക്കെ പറ്റിയല്ല. അവർക്ക് അങ്ങോട്ട് ചെയ്താലും എന്തോട്ട് ചെയ്താലും പോരാതെ കുറ്റം മാത്രം. അത് തന്നെ. കണ്ണിന് കണ്ണാടി കാണത്തില്ല. അതെ,
ഞാൻ അമ്മ ഈ പറയുന്ന കാര്യങ്ങളോടൊക്കെ യോജിക്കുന്ന ആളാ. കിടക്കാൻ പോവേ. എനിക്ക് വർത്താനം പറ. ഇച്ചിരി വർത്താനം പറയാം. ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി പറ, എല്ലാവരും ഒന്ന് കേക്കട്ടെ. ഇത്ര നേരം കിടക്കുമല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ സത്യം അങ്ങോട്ട് പറയാം. എന്നതാ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാനേ. അമ്മ സത്യം പറഞ്ഞ, അമ്മ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അമ്മ എന്തെങ്കിലും വായിക്കുന്നുണ്ടോ? ഇല്ലേ? ഏതെങ്കിലും വിവരം അറിയുന്നുണ്ടോ? ഒരു TV കാണുന്നുണ്ടോ? ഒരു ഫോണെ നോക്കുന്നുണ്ടോ? ഒന്നും അറിയത്തില്ല. അമ്മയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലേ? അമ്മ അനുഭവജ്ഞാനത്തിലാണ് പറയണത്. അമ്മ അനുഭവിച്ച കാര്യങ്ങൾ. അവർക്ക് എന്നാ കുഴപ്പം? ആർക്കാമേ? മക്കള് മക്കൾക്കൊക്കെ എന്നാ കുഴപ്പല്ലേ? ഭയങ്കര ആവിയാ. എന്നാ ഫാനൊന്നും ഇട്ടേ. ആവി ഉണ്ടെങ്കിൽ ഒന്ന് കിടക്കാം. നമുക്കൊന്നും കിടക്കാതെ എനിക്ക് ഒത്തിരി പണി കിടപ്പുണ്ട്. കിടക്കാൻ സമയമായില്ലല്ലോ. അവിടെ കിടന്നു. മടങ്ങിയില്ല. പിന്നെ ഇച്ചിരി ഏറ്റിന്ന് വർത്താനം പറഞ്ഞിട്ട് കിടന്നാൽ മതി. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.